നമസ്കാരം. തൃശൂർ ഞാനിങ് എടുക്കുവാന്ന് പറഞ്ഞ് ഒടുവിൽ തൃശൂർ കൈക്കലാക്കിയതുപോലെ അത്ര എളുപ്പമല്ല കോടതിയിൽ തനിക്കെതിരെ നടക്കുന്ന നികുതി വെട്ടിപ്പ് കേസിൽ നിന്നും രക്ഷപ്പെടുക എന്ന് സൂപ്പർ താരവും എംപിയുമായ സുരേഷ് ഗോപിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നികുതി വെട്ടിപ്പും വഞ്ചനയും ആരോപിച്ച് തനിക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ട 2 കേസുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി കേരള ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയത് ഈ ബോധ്യത്തിലാണ്. സുരേഷ് ഗോപി നേരത്തെ സ്വന്തമാക്കിയ 2 ആഡംബര കാറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി വ്യാജരേഖ ചമച്ച് സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതിനാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മോട്ടോർ വാഹന നികുതി വെട്ടിക്കുന്നതിനായി സുരേഷ് ഗോപി തന്റെ ആഡംബര കാറുകൾ പുതുച്ചേരിയിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വ്യാജ അഡ്രസ് പ്രൂഫുകൾ ഉണ്ടാക്കിയെന്നതാണ് കേസ്. 2010-ലും 2016-ലും പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത 2 ആഡംബര കാറുകളും കൊച്ചിയിലെ ഒരു ഡീലറിൽ നിന്നാണ് താരം വാങ്ങിയിരുന്നത്. എന്നാൽ രജിസ്ട്രേഷൻ കൊച്ചിയിൽ നടത്തുന്നതിന് പകരം പുതുച്ചേരിയിൽ നടത്തി. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് ലഭ്യമായ നികുതി ആനുകൂല്യം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പുതുച്ചേരിയിലെ രജിസ്ട്രേഷന് സംസ്ഥാനത്ത് അടയ്ക്കേണ്ട നികുതിയിൽ യാതൊരു ബന്ധവുമില്ലെന്നും തനിക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും സുരേഷ് ഗോപി കോടതിയിൽ വാദിച്ചു. വാഹന നികുതി വെട്ടിപ്പ് കേസിലെ വിടുതൽ ഹർജി തള്ളിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് സുരേഷ് ഗോപി വാദം ഉന്നയിച്ചത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത്. പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതിലൂടെ നികുതി വെട്ടിച്ചെന്ന കേസ് റദ്ദാക്കാനാവില്ലെന്നായിരുന്നു CJM കോടതി വ്യക്തമാക്കിയത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജി എറണാകുളം CJM കോടതി തള്ളുകയായിരുന്നു. നടൻ വിചാരണ നടപടികൾ നേരിടണമെന്നും അന്ന് കോടതി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2 ആഡംബര വാഹനങ്ങളാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത്. ഇതുവഴി സുരേഷ് ഗോപി 30 ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചെന്നും വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിലെ വിലാസം വ്യാജമാണെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ, നികുതി വെട്ടിക്കൽ എന്നിങ്ങനെ 2 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്നിരിക്കെ ശിക്ഷിക്കപ്പെട്ടാൽ മന്ത്രിപ്പണിയും MP സ്ഥാനവും ഒക്കെ നഷ്ടപ്പെടുമെന്ന വേവലാതിയിലാണ് താരം കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രേഖകളും തെളിവുകളും ശക്തമായ കേസിൽ വിടുതൽ ഹർജിയിന്മേൽ അനുകൂല തീർപ്പുണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. അതുതന്നെയാണ് സുരേഷ് ഗോപിക്ക് മുമ്പിലുള്ള പ്രധാന പ്രതിസന്ധിയും.